പിന്നെ ആരാണ് പള്ളിയിലെത്തിയത്? ഭീഷമൊഞ്ചേരാം നല്ലൊരു മൂസ കുഞ്ഞോലൻ അവർ താശി കുഞ്ചരു കേണ് ബേസിലഞ്ചാതേ. മൂസ കുഞ്ഞോലൻ എന്ന് പറയുന്ന മഹാനവറുകളും അതാ അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി ഷഹീദാകാൻ വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവരോട് വസിയത്തൊക്കെ പറഞ്ഞ് ഭവനമായ മലപ്പുറത്തെ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭവനമായ മലപ്പുറത്തെ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കുടുംബക്കാരെയും ബന്ധുമിത്രാദികളെയും കണ്ട് വസിയത്തൊക്കെ പറഞ്ഞ് പള്ളിയിലേക്ക് വരികയാണ്. പിന്നെ വരുന്നത് ആരാണ്? അവസാനമായി പള്ളിയിലേക്ക് കയറി വന്നത് ആരാണ് എന്ന് ബഹുമാനപ്പെട്ട കവി തന്നെ പറയട്ടെ. തിട്ടമ്പോർ ചെയ്വാൻ ഇവാ ഉറ്റിടണ്ടാ നീ എണ്ടും പൊട്ടിയാളൂത് തളർന്ന് അറ്റ് വീണുതൈ തെറ്റിവ ഭാഷം പള്ളി ചുട്ടുപോകും നാൾ ചൊന്നാൽ കുറ്റമുണ്ടുമ്മ ഹൈറേ തൊട്ടരുൾ വീരേ. ഒരു മകൻ, അദ്ദേഹത്തിൻ്റെ ഉമ്മ മാത്രമാണ് സംരക്ഷിക്കാനുള്ളത്. ആ ഉമ്മാക്ക് ഈ മകൻ മാത്രമേ ഉള്ളൂ. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ അള്ളാൻ്റെ പള്ളി ചുട്ടുപോകുന്നാൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാകൂല ഉമ്മ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഈ മകൻ മാത്രമാണെങ്കിലും ഉമ്മ ഈ മോനിക്ക് സമ്മതം തരണമുമ്മ. തെറ്റിവ ഭാഷം പള്ളി ചുട്ടുപോകും നാൾ ചെന്നാൽ കുറ്റമുണ്ടുമ്മ ഹൈറേ തൊട്ടരുൾ വീരേ. ഉമ്മ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തി മണത്തുകൊണ്ട് അവിടുന്ന് ഉമ്മ പറയുകയാണ്, അരുളി വിടൈ തരണമെൻ്റെ കരുണൈ മുത്താരേ ഉയർക്ക് ഇരുണമുറ്റോരേ ഹമലൈ 10 ഷഹർബയറ്റിൽ ദൈവത്തോരേ നോവും കനം സഹിത്തോരേ. 10 മാസം നിന്നെ ഏറ്റി പ്രസവിച്ച ഞാൻ, എനിക്കാരുമില്ലാതെ നീ തനിച്ചാക്കി എന്നെ വിട്ടു പോകുകയാണ് മോനെ എന്ന് ഉമ്മ പൊട്ടിക്കരഞ്ഞ് പറയുന്നുണ്ടെങ്കിലും ഉരത്തുരതരിത്തിട്ടുയർ കൊടുത്തിം വരൈ വളർത്താരേ മൂലൈ ഭയസുണർത്താരേ ഉടയ ഹക്കോണവനിലൊക്കാ കസിയായ പീരേ സബുർ ചെയ്തിരിപ്പീരേ. മോനോട് ചോദിക്കുകയാണ്, മോനെ നീ പോകുകയാണോ? ഉമ്മക്കാരുമില്ല കേട്ടോ. ആ സമയം ഉമ്മയോട് മോൻ പറഞ്ഞു, ഉമ്മ അള്ളാഹുവിൻ്റെ പള്ളി ചുട്ടുപോകാൻ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പള്ളി ചുടാൻ പോകുന്നു, അതിന് സംരക്ഷണം കവചം ഒരുക്കേണ്ടത് ഞങ്ങളാണ്. അതുകൊണ്ട് ഉടയ ഹക്കാൻ അവനിലൊക്കെ കസിയായ പീര് എല്ലാം സർവശക്തനായ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഉമ്മ ഇരിക്കൂ, ഞാൻ യുദ്ധത്തിന് പോകുകയാണ്, ഞാൻ മലപ്പുറം പള്ളിക്ക് ഷഹീദാകാൻ വേണ്ടി പോകുകയാണ് ഉമ്മ സബൂർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തരമാക്കി ബത്തെ മടിച്ചിലൈ തന്നെ തായിൽ കൊടുത്ത് വീടൈ തേടി പിന്നെ പിരികെ നടന്തിറൈ ബേത്തിൽ കടന്താർ വേഗം വണങ്ങിതുവായും ഇരന്താർ ഇവർ ഉറ്റിരിപ്പാരോ പിന്നും കഥ ധരിപ്പീരോ. അങ്ങനെ ഉമ്മയോട് മനമില്ല മനസ്സോടെ സമ്മതം കൊടുത്തു ഉമ്മ. അതാ ആ ഉമ്മയുടെ മകനെയും യാത്ര അയക്കുകയാണ് മലപ്പുറം പള്ളിക്ക് ഷഹീദാകാൻ. അങ്ങനെ മലപ്പുറം പള്ളിക്ക് വേണ്ടി പടപൊരുതാൻ അവരും അതാ ബൈത്തിൽ അഥവാ പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, നിലപ്പിൻപാവ വരട്ടെ നമ്മൾ പിരിവാനാറ്റ കരുവേ നിനന്ത് നൊന്ത് മുറന്തനകം കശുവ് തവി ഉരൈവേ. അങ്ങനെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് മക്കൾ അങ്ങനെ പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിട ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് മലപ്പുറം പള്ളിക്ക് വേണ്ടി ഷഹീദാകാൻ വേണ്ടി, ഞങ്ങൾക്ക് മലപ്പുറം പള്ളിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അനുവാദം തരണം ഉപ്പ. അങ്ങനെ ചലിപ്പതിനാൽ കന്നിവതൊണ്ടും കൊടുത്തിടാമൽ ഹറജായി. അങ്ങനെ പിതാവ് മകന് സമ്മതം കൊടുത്തു. അങ്ങനെ സർജനപ്പൂ മദനവാല പുലി മസ്ജിദ് അണവായി. അങ്ങനെ പള്ളിയിലേക്ക് അദ്ദേഹവും ഇതാ അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി പൊരുതാൻ മലപ്പുറം പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ പല ആളുകളും പള്ളിയിൽ നിന്നിറങ്ങിപ്പോയ ആളുകൾ അവരുടെ കുടുംബക്കാരോടും ഉറ്റവരോടും ഉടയവരോടും ഒക്കെ സലാം പറഞ്ഞ് പിരിഞ്ഞ് കെട്ടിപ്പിടിച്ച് അനുവാദം ചോദിച്ചു കൊണ്ടതാ
മലപ്പുറം പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അവസാനമായി മലപ്പുറം പള്ളിയിലേക്ക് വരുന്ന ഒരാളുണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അത് മഹാകവി മോയിൻകുട്ടി വേദിൽ തന്നെ പറയലായിരിക്കും നല്ലത്. മലപ്പുറം പള്ളിയിലേക്ക് അവസാനമായി വരുന്നത് ആരാണ്? യുദ്ധം ചെയ്യാൻ വേണ്ടി അണ്ണവായി ചെയ്തണ്ടവറുകൾ തന്നെയർക്കും ഞാലനൊണ്ടൊരു അരുളി തന്മണവിയിൽ നീ ബനികളും ഉണ്ടായി പുരിയിൽ അലതിയാലെ മറുകരാപോ ഇടുക ഇപ്പോതിൽ മറ്റും അറുതി ഉറ്റിടവർ പുറപ്പെട്ടിറൈ മണക്കണവനക്കണവായി. അങ്ങനെ സെയ്ദ് എന്ന് പറയുന്ന, അതുപോലെ തന്നെ കുഞ്ഞാലൻ, ഇവരെല്ലാവരും അവരുടെ കൊണ്ടാട്ടിമാരെ എവിടേക്കാച്ചാ പോയിക്കോളി, ഞങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് വസീത്തൊക്കെ പറഞ്ഞ് അവരെയും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരും പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം പള്ളിയിലേക്ക് വന്നത് ആരാണെന്ന് ഇനിയാണ് മഹാകവി മോയിൻകുട്ടി വേദിൽ പറയുന്നത്. അത് ഈ കവി എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. ആരാണ് വന്നത്? അന്നാൾ ദീനിൽ പൂകിന്തോർ സുത്താരാ തീരാബീരർ അരിമപ്പുതു പുലി കുഞ്ഞാലിയണ്ടവരും ഇവർകൾ അടവയും ബന്ത് തിബൈത്തുള്ള അകം നിലയായി കൽബിൽ ആദരിത്ത് ഫീസബീൽ ആടുവാൻ മതമായി. അങ്ങനെ അവസാനമായി പള്ളിയിലേക്ക് കയറി വന്നത് അതാ ആലിക്കുട്ടി എന്ന് പറയുന്ന അന്നാൾ പുതിയതായി ഇസ്ലാമിൽ ചേർന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു അമുസ്ലിമായ വ്യക്തി പള്ളിയിലേക്ക് കയറി വരുമ്പോൾ അതാ പള്ളിയിലുണ്ടായിരുന്ന മഹാനായ ഹസ്സൻ പൊക്കര് സാഹിബ് അതിനെ ടടവും പയറ്റി തെളിവ് പറന്നു വെട്ടുന്ന മഹാനായ ഹസ്സൻ പൊക്കരി അതായി അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ വളരെ ലാളിത്യത്തോടുകൂടെ തന്നെ സ്വീകരിച്ച് പള്ളിയിലേക്ക് കയറ്റി. അങ്ങനെ അവിടെ വെച്ചാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അന്നാൾ ദീനിൽ പുകിന്തോർ സത്താര തീരവീരർ അരിമ പുതുബലി കുഞ്ഞാലി എണ്ടവരും, കുഞ്ഞാലി എന്നാണ് പിന്നെ പേരിട്ടത്. അങ്ങനെ ഇവர்கள் അടവയും ബന്ത് തിബൈത്തു അകം നിലയായി കുട്ടിയാലു പിന്നെ കുട്ടിയാലിയായി മാറി. ഏതായാലും അതാണ് ഇവിടെ വൈദ്യര് പറയുന്നത്. കത്തബിൻ ഉസ്താദിനാക്കിനും സൂര്യതത്വയിലും മറ്റും കട്ടിയുറ്റോർ ആലിക്കുട്ടി ഗുരുക്കളാണവരും. അന്നാൾ ദീനിൽ പുകുന്തർ സുത്താര തീരവീര അറിവ പുതുവ പുലി കുഞ്ഞാലി എണ്ടവരും. അങ്ങനെ അവരും എന്താണ് മലപ്പുറം പള്ളിക്ക് വേണ്ടി തട്ടാൻ കുട്ടിയാലു എന്നാണ് വിളിച്ചത്. തട്ടാൻ കുട്ടിയാലു ആണ്. പിന്നെ അവസാനമായി ഒന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ കുട്ടിയാലിയായി മാറി. ഏതായാലും മലപ്പുറം പള്ളിക്ക് വേണ്ടി അതാ ഒരു മുസ്ലിമായിരിക്കുന്നു. അദ്ദേഹവും പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഏതായാലും അതുകൊണ്ടാണ് മലപ്പുറം നീർച്ച നടക്കുന്ന സമയത്ത് അവസാനം തട്ടാനെ വെട്ടി വരിക എന്നുള്ള പരിപാടിൻ്റെ അന്ന് പണ്ട്. ഇപ്പം നീർച്ച നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു 10-25 വർഷമായിട്ട് ഇപ്പം നീർച്ചല്ല, പഴയ നീർച്ചല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടി വരുമ്പോൾ അവസാനത്തെ പെട്ടി വരിക തട്ടാൻ്റെ പെട്ടിയാണ് വരിക മലപ്പുറം നേർച്ചക്ക്. അപ്പോൾ അതങ്ങനെ വരാൻ കാരണം എന്നാണ് പറയണത്. ഏതായാലും അരിമ പുതു പുലി കുഞ്ഞാലിയണ്ടവരും ഇവർകൾ അടവയും ബന്ത് തിബൈത്തുള്ള അകം നിലയായി കൽബിൽ ആദരിത്ത് ഫീസബീലിൽ ആടുവാൻ മതമായി. അങ്ങനെ മലപ്പുറം പള്ളിക്ക് എല്ലാം സമർപ്പിക്കാൻ വേണ്ടി എല്ലാവരും പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക? നമ്പി പള്ളി കത്തിക്കുമോ അതോ മലപ്പുറം പള്ളിക്ക് വേണ്ടി വന്നുകൂടിയ ആളുകൾ അവർ മലപ്പുറം പള്ളിക്ക് വേണ്ടി പടവരുതുമോ? അറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.